Rule of absolute liability. Rule of absolute liability or rule in MC Mehta versus Union of India. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്ത ഒരു റൂളാണ് റൂൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി. ആൻഡ് ദിസ് സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് കേസ് ലോ ആയിരുന്നു, ദാറ്റ് ഇസ് റയലൻഡ് വേഴ്സസ് ഫ്ലെച്ചർ. നമ്മുടെ ഈ ഒരു അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്ന അതിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ എന്ന് പറയാം, അതായത് MC Mehta വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു റൂളാണ്. ഇതിൽ സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ നിന്ന് ചില മാറ്റങ്ങളുണ്ട്. അപ്പൊ ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ നിന്നുള്ള മാറ്റങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സെപ്ഷൻസും, സ്ട്രിക്റ്റ് ലയബിലിറ്റിയുടെ എല്ലാ എക്സെപ്ഷൻസും അബ്സല്യൂട്ട് ലയബിലിറ്റിക്ക് ബാധകമല്ല എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം the rule of absolute liability എന്ന് പറയുന്നത് propounded by Supreme Court of India to provide a law to afford the change in society. അതായത് സൊസൈറ്റിയിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നിയമത്തിന് അതിനനുസരിച്ച് മാറ്റം കൊണ്ടുവന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്ന റൂള്. അപ്പം ഇന്ത്യൻ കോർട്ട് കൊണ്ടുവന്നാണ്, സുപ്രീം കോർട്ടിന്റെ ഡെസിഷനുമാണ്. അപ്പൊ സൊസൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കൊരു 100 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 50 വർഷം മുമ്പുള്ള നിയമം എടുത്ത് ഇപ്പൊ അപ്ലൈ ചെയ്തിട്ട് അത് ഇപ്പോഴത്തെ കണ്ടീഷന് സ്യൂട്ടബിൾ ആകണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെയാണ് കോർട്ട് എന്ത് ചെയ്യുന്നത്, പല സമയങ്ങളിലും പല നിയമങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, ഓവർ റൂൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള ചില നിയമങ്ങളൊക്കെ സ്ട്രക്ക് ഡൗൺ ചെയ്യുന്നത്. അതിന്റെ ഒക്കെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ നിയമത്തിൽ കൊണ്ടുവരണം. So the rule of absolute liability propounded by Supreme Court is an extension of rule in Rylance versus Fletcher. Rule in Rylance versus Fletcher ന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് എന്തിൽ പറയുന്നത്, അബ്സല്യൂട്ട് ലയബിലിറ്റിയിൽ പറയുന്നത്. അപ്പൊ ഈ അബ്സല്യൂട്ട് ലയബിലിറ്റി നിലവിൽ വന്ന കേസ് ഏതാണ്, MC Mehta versus Union of India. അപ്പൊ ഈ ഒരു കേസിന്റെ ഫാക്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. MC Mehta versus Union of India എന്ന് പറയുന്ന ഒരു 1987 കേസ് ആണ്. അപ്പൊ ഈ ഒരു കേസിന്റെ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ 4th and 6th December 1985, അപ്പം ഡിസംബർ 4-നും 6-നും എന്ത് സംഭവിച്ചു വെച്ചാൽ ഒലിയം ഗ്യാസ് ലീക്കായി. ഒലിയം ഗ്യാസ് ലീക്ക് ആയത് ശ്രീറാം ഫുഡ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് ലീക്ക് ആയത്. ഇത് ഡൽഹിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡൽഹിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ശ്രീറാം ഫുഡ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ നിന്ന് ഒലിയം ഗ്യാസ് ലീക്കായി. ഈ ഒരു ഗ്യാസ് എന്ന് പറയുന്നത് പോയിസണസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു ഏരിയയിലുള്ളത് അഫക്റ്റഡ് ആയി. അത് കൂടാതെ ദിസ് ഹസാരി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ഈ ഒരു ഗ്യാസ്, ഈ ഒരു പോയിസണസ് ഗ്യാസ് ശ്വസിച്ചത് കാരണം മരിക്കുകയും ചെയ്തു. സോ ഓൺ 4th and 6th December 1985, some leakage of oleum gas occurred from Shriram Food and Fertilizers Industries in the city of Delhi, and as a consequence of this leakage, one advocate practicing in this Asari court had died and several others were affected by the same. വേറെ കുറെ പേരെ എഫക്ട് ചെയ്യുകയും ചെയ്തു, ഈ പറയുന്ന ഒരു അഡ്വക്കേറ്റ് മരിക്കുകയും ചെയ്തു. അപ്പൊ ഇതിന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആക്ഷൻ ഫോർ കോമ്പൻസേഷൻ വാസ് ബ്രോട്ട് ത്രൂ ആ റിട്ട് പെറ്റീഷൻ. ഇപ്പൊ ഒരു റിട്ട് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജിയായിട്ടാണ് എവിടെ പോയത്, സുപ്രീം കോർട്ടിൽ പോയത്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് ഭോപ്പാൽ MIC ഗ്യാസ് ലീക്കേജ് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു 2500ഓളം ആൾക്കാരെ അത് എഫക്ട് ചെയ്തിരുന്നു. 2500ഓളം ആൾക്കാർ മരിക്കുകയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു ഭോപ്പാൽ ഗ്യാസ് ലീക്കേജിൽ. അപ്പോഴും എന്ത് സംഭവിച്ചില്ല, അപ്പോഴും സ്ട്രിക്റ്റ് ലയബിലിറ്റിയുടെ റൂൾ അപ്ലൈ ചെയ്തിട്ട് അതിന് കാരണക്കാർക്ക് ശിക്ഷയും കിട്ടിയില്ല, വിക്ടിംസിന് നഷ്ടപരിഹാരവും കിട്ടിയില്ല. സോ കോർട്ട് ഫൗണ്ട് ദാറ്റ് victims of the leakage of dangerous substance like that could not be provided relief by applying the rule of strict liability laid down in Rylance versus Fletcher. അപ്പൊ കോടതി പറഞ്ഞ കാര്യം എന്താണ്, ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്നു, അവിടുന്ന് ലീക്ക് ആവുന്നു, ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് ആരാണ്, സാധാരണ ജനങ്ങളാണ്. സോ എക്സെപ്ഷൻസിന്റെ ബേസിൽ റൂൾ ഇൻ റയലൻസ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറയുന്ന കേസിന്റെ എക്സെപ്ഷൻസിന്റെ ബേസിൽ ജനങ്ങളുടെ ജീവന് ഹാനി സംഭവിക്കുന്ന കാര്യങ്ങളെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല.
അതിന് കാരണക്കാരെ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കാനും പറ്റില്ല. So this was so mainly because of the various exceptions to that rule whereby the defendant could avoid his liability. ഇപ്പൊ റൂൾ ഓഫ് റയലൻസ് വേഴ്സസ് ഫ്ലെക്ചറിൽ എക്സെപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ എക്സെപ്ഷൻസ് വെച്ചിട്ട് ആ ലയബിലിറ്റി ഒഴിവാക്കി പോവുകയാണ് ചെയ്യുന്നത്. അതായത് എസ്കേപ്പ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ആക്ട് ഓഫ് ഗോഡ് ആണ്, അല്ലെങ്കിൽ വേറൊരാളുടെ പ്രവൃത്തി മൂലമാണ്, സ്ട്രേഞ്ചർ പ്രവർത്തിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ്കേപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോടതി പറഞ്ഞു അങ്ങനെ ഒരു എസ്കേപ്പിന് പ്രൊവിഷൻ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? ഒരാൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിലൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ആ വ്യക്തിക്കുണ്ട്. സോ ദാറ്റ് പേഴ്സൺ ഹാവ് ദി അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു കേസാണ് MC Mehta versus Union of India എന്ന് പറയുന്നത്. So according to this rule, when an enterprise is engaged in a hazardous or inherently dangerous industry, the hazardous ആയിട്ടോ inherently dangerous ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഒരാള് ഹാൻഡിൽ ചെയ്യുവാണ്, അതിനൊരു ത്രെട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ത്രെട്ട് ടു ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് പേഴ്സൺസ്, അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിർബന്ധമായിട്ടും അവര് എന്തിലേക്ക് പോകണം? ഒരു നഷ്ടപരിഹാരം കൊടുക്കുകയോ അതിന് പരിഹാരം കാണുകയോ ഒക്കെ വേണം എന്ന് തന്നെ കോടതി പറഞ്ഞു. അപ്പൊ കോടതി പറഞ്ഞു എന്റർപ്രൈസ് അബ്സല്യൂട്ട്ലി ലയബിൾ ആണ്. ആർക്കൊക്കെയാണോ ഹാം ഉണ്ടായത്, ആരുടെയൊക്കെയാണോ ജീവൻ നഷ്ടപ്പെട്ടത്, അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. സോ ദ എന്റർപ്രൈസ് മസ്റ്റ് ബി അബ്സല്യൂട്ട്ലി ലയബിൾ ടു കോമ്പൻസേറ്റ് ഫോർ സച്ച് ഹാം ആൻഡ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു അവോയ്ഡ് ലയബിലിറ്റി ബൈ പ്ലീഡിംഗ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് നെഗ്ലിജന്റ്. ഞങ്ങളെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് നെഗ്ലിജൻസ് ഇല്ല, എക്സെപ്ഷൻസിൽ പെടുത്താം എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. റയലൻസ് വേഴ്സസ് ഫ്ലെക്ചറിന്റെ ഒരു എക്സെപ്ഷൻസും ആപ്ലിക്കബിൾ ആകില്ല എന്നും പറഞ്ഞു. അപ്പൊ കോടതി ഇതിന്റെ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു. ഇനി ഇങ്ങനെ കേസുകൾ വന്നു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഓർഡിനറി കോർട്ടിൽ സ്യൂട്ട് ഫയൽ ചെയ്താൽ മതി, നോ നീഡ് ടു ഫയൽ ഇനി റിട്ട് പെറ്റീഷൻ എന്നുകൂടി കോടതി വിധിയിൽ ചേർത്തു. അതിനോടൊപ്പം തന്നെ ഒലിയൻ ഗ്യാസ് ലീക്കേജ് കേസിൽ 2 മാസത്തിനുള്ളിൽ കോമ്പൻസേഷൻ കൊടുക്കണം എന്നും പറഞ്ഞു. So since the payment of compensation could be awarded by the filing of a suit in an ordinary court rather than through a writ petition, ഒരു റിട്ട് പെറ്റീഷനിലൂടെ അല്ലാതെ തന്നെ കോടതിയിലൂടെ സ്യൂട്ട് ഫയൽ ചെയ്ത് ഇങ്ങനെയുള്ള കേസുകളിൽ നഷ്ടപരിഹാരം വാങ്ങിക്കാമെന്നും കോർട്ട് ഡയറക്റ്റ് ചെയ്തു. ഇതെന്ന് പറയുന്നത് ഒരു കാരണവശാലും റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്ക് നോർമൽ കോർട്ടിൽ എടുത്തോട്ട് ഫയൽ ചെയ്യാം എന്നുള്ള നിയമം കൊണ്ടുവന്നു. അതിനോടൊപ്പം ഈ പെർട്ടിക്കുലർ കേസ്, അതായത് ശ്രീറാം ഗ്യാസ് ലീക്കേജ് കേസ് ഉണ്ടല്ലോ, ഈ കേസിനകത്ത് ഒലിയൻ ഗ്യാസ് ലീക്കേജ് കേസിനകത്ത് 2 മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം എന്നുള്ള ഒരു നിയമം കൂടെ കൊണ്ടുവന്നു. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടൊരു കേസാണ്. ശ്രീറാം ഫുഡ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ നിന്ന് ഗ്യാസ് ലീക്ക് ആവുന്നു. ഡൽഹിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പ്രദേശവാസികളെ ബാധിക്കുന്നു. ഒരുപാട് പേര് 3500ഓളം ആൾക്കാർ ആശുപത്രിയിലാവുകയും അതുപോലെ തന്നെ തിസ്സാരി കോർട്ടിലെ അഡ്വക്കേറ്റിന് എന്തുണ്ടാവുകയും ചെയ്യുന്നു? മരണം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനു മുമ്പ് ഭോപ്പാൽ ഗ്യാസ് ലീക്കേജ് കേസ് വന്നു. അതിലും ലക്ഷക്കണക്കിന് ആൾക്കാരെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് MC മേത്ത ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്. കോടതി വളരെ ഫേവറബിൾ ആയിട്ട്, വിക്ടിമിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയും റൂളിൽ വയലൻസ് വേഴ്സസ് ഫ്ലെക്ചറിലെ എക്സെപ്ഷൻസ് എടുത്ത് കളഞ്ഞിട്ട് എന്ത് കൊണ്ടുവരികയും ചെയ്തു? നിയമം ആപ്ലിക്കബിൾ ആക്കുകയും ചെയ്തു. കോമ്പൻസേഷൻ വിക്ടിമിന് കൊടുക്കണം. ഹസാർഡിയസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അവർ റൺ ചെയ്യുന്നുണ്ടോ, that becomes the responsibility of that particular person to take the responsibility for the harm happened for the common people എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്ന കേസിലോ റൂളിൻ MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയാറുണ്ട്, അബ്സല്യൂട്ട് ലയബിലിറ്റി എന്നും പറയാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് എക്സാമിന് ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് കാര്യമായി പഠിച്ചിട്ട് പോകാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Thank you.